ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാം. ഈ കാണുന്ന ടാങ്കിലേക്ക് കുറച്ച് മീനിനെ ഇറക്കി വിടുന്നതാണ്. മീൻ എന്ന് വെച്ചാല് കൈച്ചലും അനാബസുമാണ്. കൈച്ചൽ എന്ന് വെച്ചാല് വരാലി അഥവാ സ്നേക്ക് ഹെഡ്. അതിനെയാണ് നമ്മളിപ്പം ഇതിലേക്ക് ഇറക്കി വിടാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതിനായിട്ട് ഇപ്പം ഇതിലേക്ക് വെള്ളം നിറക്കുന്നു. മീനിന് ഇടുന്നതിന് ഒരു ദിവസം മുന്നേ വെള്ളം നിറച്ച് വെക്കണം. അതായത് നമ്മൾ നാളെയാണ് മീനിന് ഇടുന്നെങ്കിൽ ഇന്നേ വെള്ളം നിറച്ച് വെച്ചിട്ട് ഇത് സെറ്റാക്കി വെക്കണം. കുറച്ച് കല്ലുപ്പ് ഇടുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ ഇപ്പം വെള്ളം നിറക്കുന്നുണ്ട്. ഞാൻ ഇതിലും നിറച്ചും വെള്ളമാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ മീൻ തുള്ളുന്നതായതുകൊണ്ട് തുള്ളി പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. നെറ്റ് ഇടുന്നുണ്ട്, എന്നാലും അഥവാ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേ വെള്ളമാക്കുന്നുള്ളൂ. അപ്പം പിന്നെ ആ വെള്ളമാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് എന്ന് വെച്ചാൽ ഒരു പകുതി ഉണ്ടാവില്ല, ഒരു കാൽഭാഗം മാത്രമേ വെള്ളം ഇപ്പം നിറക്കുന്നുള്ളൂ. ഇതാ ഇപ്പം നിറച്ചുകൊണ്ടിരിക്കുമെന്ന്. ഇതാ ഇപ്പം എന്ന് വെച്ചാൽ വെള്ളം നിറയുന്നവരെ വേറൊരാൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൽ ഇറങ്ങുക കളിക്കുക അതന്നെ. ഇതിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളമാകുമ്പോഴത്തേക്കും പുള്ളി അതിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കുക കൊല്ലം ചെയ്യുന്നുണ്ട്. പിന്നെ തലയിൽ വെള്ളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ, അല്ലെങ്കിൽ അതിൽ കിടന്നു ഉരുണ്ടും എല്ലാം കളിക്കുന്നുണ്ടാവും. തലയിൽ വെള്ളാക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ഇങ്ങനെ കൈനെ കൊണ്ടിട്ട് കളിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് വെള്ളാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ കാണുന്നത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. അതായത് വെള്ളം നിറച്ചതിന് ശേഷമുള്ള വീഡിയോ ആണ്. നെറ്റെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളാക്കിയത് ഇതാ ഇത്രയേ വെള്ളാക്കിയിട്ടുള്ളൂ. അതായത് ടാങ്കിന്റെ ഒരു കാൽഭാഗം മാത്രമേ നമ്മൾ വെള്ളാക്കിയിട്ടുള്ളൂ. പിന്നെന്ന് വെച്ചാൽ പറ്റിപ്പോയതെന്ന് വെച്ചാൽ നെറ്റ് വാങ്ങിയപ്പോൾ നെറ്റ് ചെറുതായിപ്പോയി. പക്ഷെ നമ്മൾ എങ്ങനെയല്ലോ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. ചെറുതായി പോയിട്ടുണ്ട്. വീടിൽ ഇങ്ങനെ എന്തെല്ലാം ഇതായിട്ടുണ്ട്. കുറച്ചും കൂടി ഒരു വലുതാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം എന്ന് വെച്ചാൽ പ്രധാന പ്രശ്നം എന്താ ഈ കാണുന്നതാണ്. മാവിന്റെ പൂവ് വീണിട്ടിതാ മൊത്തം പൂവാണ് മാവിൻ്റെത്. ഇലയും ഉണ്ട്. ഇല പിന്നെ കുഴപ്പമൊന്നുമില്ലെന്ന് വിചാരിക്കതാ. പൂവാന്നതാ മുകളില് മാവാണ്. അതിന്ന് പൂവ് തെച്ചും വീണിട്ട് ഇതാവുന്നുണ്ട്. നെറ്റിട്ടിട്ടും നമ്മൾ വെള്ളം നിറക്കുന്ന സമയം കുറേ മാവിന്റെ പൂവും വലിയും വീണായിരുന്നു. പിന്നെ നമ്മളിതൊന്നും എടുത്ത് കളയാനൊന്നും നിന്നിട്ടില്ല. അതാ ഇപ്പൊ നമ്മൾ നെറ്റെല്ലാം ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മീനിന് ഇടുവാന്ന് വേണ്ടത്. മീനുള്ളത് ഫ്രിഡ്ജ് ബോക്സിലാണ്. അപ്പൊ ആ ഫ്രിഡ്ജ് ബോക്സിന്ന് വേണം നമുക്ക് മീനിനെ എടുത്തിട്ട് ഇതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിലുള്ള വെള്ളമെല്ലാം വറ്റിക്കണം. ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സിലാണ് ഇപ്പം മീനുള്ളത്. ഇതാ അതൊരു പഴയ ചെറിയ ഫ്രിഡ്ജ് ബോക്സ് ആണ്. അപ്പൊ ഇതിലാണ് കൈച്ചലിനെയും അനാബസിനെല്ലാം ഇട്ടിട്ടുള്ളത്. ഇനിയിപ്പൊ നമുക്കില്ല പണിയെന്ന് വെച്ചാൽ ഇതിലെ വെള്ളം വറ്റിച്ചിട്ട് മീന പിടിക്കലാന്ന്. അതൊരു 5 മിനിറ്റത്തെ പണിയേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിലെ വെള്ളം വറ്റിക്കാം. ഇതാ ഇപ്പൊ ഫ്രിഡ്ജ് ബോക്സിലെ വെള്ളം വറ്റിച്ചോണ്ടിരിക്കുന്നതാ. വെള്ളം തെച്ചും പുറത്തേക്ക് കളയുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് കഴിയും. ആൽഗയാണ് വെയിലടിച്ചോണ്ട്, ഇവിടെ നല്ല വെയിലാണ്. അപ്പം ആൽഗ അടിച്ചിട്ടുണ്ട്. ഇതാ ഇപ്പം വെള്ളം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇതാ മീനൊക്കെ ഉണ്ടാ. ഇതാണ് കൈച്ചല്. ഇത് ഉരുണ്ടു പോകുന്നതാണ് കൈച്ചല്. പിന്നെ കുറച്ച് അനാബസ ഇല്ലേ, ഒരു 16 അനാബസ് ഉണ്ട്. ഇതാ കൈച്ചലിനെ കണ്ട. നമ്മളിപ്പം പിന്നെ ഓരോന്നിനെയും പിടിച്ചിട്ട് നമ്മൾ ബക്കറ്റിലേക്ക് മാറ്റുമെന്ന്. ഇതാ ബക്കറ്റിലേക്ക് ഇട്ടിട്ട് നമുക്ക് പിന്നെ അവിടുന്ന് ടാങ്കിലേക്ക് മാറ്റാം. അങ്ങനെ എല്ലാവരും പിടിക്കുന്നുണ്ട്. നമ്മളിപ്പം ബക്കറ്റിലാക്കിയ മീനിനെല്ലാം ടാങ്കിലേക്ക് ഇറക്കി വിടാനാ പോകുന്നത്. ഇതാ കണ്ട അനാബസും കൈച്ചലുമാണ്. നമ്മൾ മെല്ലെ മെല്ലെ ഇതിലേക്ക് ഇറക്കി വിടുന്നു. ഒറ്റക്കാന്ന് വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് കുറച്ചൊരു പ്രശ്നമുണ്ട്. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ഇത് കണ്ട മെല്ലെ ഇറക്കി വിടുന്നുണ്ട്. അപ്പൊ പിന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.